ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ നെക്സ്റ്റ് എൻ്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഇൻ്റഗ്രേഷൻ. മാത്തമാറ്റിക്സിലെ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ അത് പരസ്പരം ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. ഞാൻ ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രോസസ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. The process of integration reverses the process of differentiation. അപ്പോൾ തിരിച്ചാണ്. ഇൻ്റഗ്രേഷൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ്റെ പ്രോസസ്സിന് നേരെ വിപരീതമാണ്, ഓപ്പോസിറ്റാണ്. ഇൻ ഡിഫറൻസിയേഷൻ, ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ, ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ, then differentiation of f of x is, then differentiation of, that is f of f dash x is equal to 2 into 2 4x, 2 minus 1, that is 4x. I will go to the details, just 4x. That means if we are integrating this 4x, we will get 2x square. If we are differentiating this, it will get 4x. That is the reverse process. Thus, the integral of 4x is 2x square. We have seen that. അപ്പോൾ നമ്മളത് കണ്ടു. ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, അതാണ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടുന്നതിൻ്റെ കാര്യം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി, ഇൻ്റഗ്രൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദെൻ ദാറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ ഓഫ് ദ പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം ഡിഫറൻസിയേഷൻ ടു f of f dash f x is equal to, or d by dx of x is equal to integral x. By similar reasoning, the integral is 2t. Integral 2t is equal to t square. We can see. അതെങ്ങനെയാണെന്ന് വരുന്നത് ഞാൻ ശരിക്കും അതിൻ്റെ ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇൻ്റഗ്രൽ 2t എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. ഇൻ്റഗ്രേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സമ്മേഷൻ ഫോർ ആഡിങ് പ്ലസ് ടുഗദർ. അതായത് ഇൻ്റഗ്രേഷൻ എന്ന പ്രോസസ്സ് സമ്മേഷൻ, ആഡിങ് ആണ്, കൂട്ടിയോജിപ്പിക്കലാണ്. പ്ലസ് ടുഗദർ ആൻഡ് എലോങ്ങേറ്റഡ് എസ്, എലോങ്ങേറ്റഡ് എസ്, ദാറ്റ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ. എലോങ്ങേറ്റഡ് എസ് is used to replace the words integral of. Elongated s is used to the word integral of. Hence, അപ്പോൾ ഈ വളരെ ലോങ് ആയിട്ടുള്ള എസിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷനാണ് ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ ഓഫ് എഫിൻ്റെ. ഹെൻസ് from the above, integral 4x, that is integral 4x is equal to 2x square. Integral 4x is 2x square, or integral 2t is equal to t square. അപ്പോൾ അതങ്ങനെ വരും. In differentiation, the differential coefficient differential coefficient d by d divided by dx of y indicates, അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ബീങ് ഡിഫറൻഷ്യേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഒരു ഫംഗ്ഷന്, വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ അതിനകത്തുള്ള എക്സ് കണ്ടന്റിനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x ഓർ എക്സ് സ്ക്വയർ പ്ലസ് 2y. അപ്പോൾ ഇതിൽ രണ്ട് ഇക്വേഷനിൽ എക്സ് എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എന്നാൽ രണ്ടാമത്തേൽ നോക്കാം, എക്സ് സ്ക്വയർ പ്ലസ് 2y ആണ്. y അല്ല നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, അപ്പോൾ എക്സിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താവും, y അവിടെ കോൺസ്റ്റൻ്റ് ആവും. ഇനി മറ്റൊന്ന്, y ക്യൂബ്ഡ് പ്ലസ് സെറ്റ് സ്ക്വയർ പ്ലസ് എക്സ് റേസ്ഡ് ടു പവർ ഓഫ് 4. ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് കിട്ടുന്നത് ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് മാത്രമേ വേരിയബിൾ ഉള്ളൂ, അതായത് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആക്കി എടുക്കും, ഇത് മാത്രം നമ്മൾ വേരിയബിൾ ആക്കി എടുക്കും. ആ വിത്ത് റെസ്പെക്ട് ഇതിപ്പോൾ ഈ ഫംഗ്ഷന് മാത്രമേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. 4x ഇൻ്റഗ്രൽ, ഇതാണ് സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്കൽ ഇൻ്റഗ്രേഷൻ സ്റ്റാൻഡേർഡ് രീതിയിൽ നമ്മൾ 4x വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇൻ്റഗ്രൽ 4x dx വിത്ത് റെസ്പെക്ട് ടു എക്സ്. അല്ലെങ്കിൽ നമ്മളിതിനെ ഇൻ്റഗ്രൽ 2t dt, not the difference between these two. This is respect to x, this is respect to t. Next, 2m dm with respect to m, integral 2n plus 2y dn. That means this is only for this, other is constant. അപ്പോൾ ഇത് മാത്രമാണ് ഇതിനെ വേരിയബിൾ ആവുന്നത്, ഇത് മാത്രം, ഇത് കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ ഇത് 2m എന്ന് പറയുന്നത് dm ആണ്, m ആയതുകൊണ്ട് ഇതിനെയാണ് ഡിഫറൻഷ്യേറ്റ്. നമ്മൾ ഇതിനെ ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയി, വിത്ത് റെസ്പെക്ട് ടു dm. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത്, എക്സിനെ വേരിയബിളിനെ ഡി എക്സ് എന്ന് പറയുന്ന ആ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ഇതൊരു സമ്മേഷനാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്, കുറച്ചുകൂടി, ഒന്നും കൺഫ്യൂഷൻ ഇല്ല, വളരെ ഇതായിട്ട് നമുക്കതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പോകാം. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ദ ഫോം എ എക്സ് റേസ്ഡ് ടു എൻ, ax raised to n, general form of a solution of a integral. The general solution of integral is for the form integral ax raised to n dx. അതാണ് ജനറൽ ഫോമിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ a and n ആർ കോൺസ്റ്റൻറ്റ്, എയും എന്നും കോൺസ്റ്റൻ്റ് ആണ്, എ കോൺസ്റ്റൻ്റ് ആണ്, എൻ കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എക്സ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇതിന് ജനറൽ ഫോർമുലയാണ് വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ എ ഇൻറ്റു എക്സ് റേസ് ടു, എക്സിനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ ഇത് താഴെ ഇടും, എക്സ് എൻ പ്ലസ് 1. ഈ ഫോമിനെ നമ്മൾ താഴെ ഇടും, പ്ലസ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. തൽക്കാലം ഇതിൻ്റെ ഒരു ഫോം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ദിസ് റൂൾ ഈസ് ട്രൂ വെൻ ഈസ് എ ഫങ്ഷണൽ. ഇതിപ്പോൾ എൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിനകത്ത് മാത്രമേ ഇത് വാല്യുബിൾ ആവുള്ളൂ. 0 or a positive or negative integral with the exception of n is equal to -1. അതല്ലാതെ ബാക്കി എല്ലാത്തിലും ഇത് പോസിബിൾ ആണ്.
അപ്പോൾ ആ റൂള് വെച്ച് നമുക്ക് ഈ ഒരു കോമൺ റൂൾ വെച്ച് നമുക്ക് ഇതിനെ രണ്ട് എക്സാമ്പിളിൽ നമുക്ക് എങ്ങനെ അതിനെ സൊല്യൂഷനായി ആൻസർ ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ബേസിക് ഐഡിയ ആണ് ഫസ്റ്റ് നമ്മൾ എക്സാമ്പിളായിട്ട് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 3x⁴ dx ആണ്. ഇതാണ് അതിൻ്റെ ജനറൽ ഫോർമുല. അപ്പോൾ 3x⁴ ഇപ്പോൾ എന്ത് എഴുതണം? അപ്പോൾ നമ്മളിതിൻ്റെ ഇത് എഴുതണം. 3 കോൺസ്റ്റൻ്റ് ആണ്. x⁴n+1 x⁴n+1 where is n here? അപ്പോൾ then 4+1 divided by 4+1. അപ്പോൾ അതുപോലെ ഇത് 5 ആണ്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് നമുക്ക് പുറത്തെടുത്തിട്ട് 3/5 ആക്കാം. പിന്നെന്താ വരുന്നത്? x⁵ 5 3/5 x⁵ പ്ലസ് ദ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ c. ഇത് ഞാൻ പിന്നീട് പറയാം എങ്ങനെയാണ് കോൺസ്റ്റൻ്റ് വരുന്നത്. ഇനി രണ്ടാമത്തത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. 2/x² dx 2/x² dx. ഞാനിതിന് മാറ്റി എഴുതാണ് ഇങ്ങനെ 2 × x⁻² dx. അപ്പോൾ x⁻ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ 1/x⁻² ഇത് x⁻². ആ ഫോർമുലയിലേക്കാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ഇനി വളരെ ഈസിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോൺസ്റ്റൻ്റ് ആണ്, x ആണ് വേരിയബിൾ ഇവിടെ, -2 + 1 divided by -2 + 1 because of this. അപ്പോൾ എന്തായിരിക്കും ആൻസർ? is equal to 2x - 1 divided by -1. plus the constant of integration c. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 2 - 2 by x plus the constant of integration c. x inverse means 1/x. therefore അപ്പോൾ x inverse എന്ന് പറയുന്നത് 1/x ആണ്. അപ്പോൾ ആ x നെ ഞാൻ താഴേക്ക് എടുത്തു, 1/x നെ. അപ്പോൾ മൈനസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മൈനസ് നമ്മൾ 1/x ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഈ മൈനസ് ആണ് ഇവിടെ വരുന്നത്. അതിപ്പോൾ മുകളിലായാലും താഴെയായാലും മൈനസ് തന്നെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ -2 divided by x plus the constant of integration c. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി. നമുക്കറിയാം, ഇതാണ് നെക്സ്റ്റ് എക്സാമ്പിൾ. √x √x or x⁻². √x എന്ന് പറയുന്നത് √x. നമുക്കറിയാം ഇതിനെ സ്ക്വയർ റൂട്ട് മാറ്റുന്ന സമയത്ത് x⁻². നമ്മളതിനെ റീപ്ലേസ് ചെയ്യാണ്. ഇൻ്റഗ്രൽ x⁻² dx is equal to ഉപയോഗിക്കേണ്ട ഫോർമുല x⁻² + 1 divided by ½ + 1. ഒരു കൺഫ്യൂഷനും ഇല്ല. ഹാഫ് ആയിട്ട് തന്നെ എടുക്കുന്നു, ഹാഫ് ആയിട്ട് തന്നെ എടുക്കുന്നു. വേറെ ഒന്നും ചെയ്തില്ല, വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. x⁻² + 1
അപ്പോൾ 3/2 അപ്പോൾ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു LCM എടുത്ത് 2 എടുത്തു 1 പ്ലസ് 2 എടുത്തു ദാറ്റ് ഇസ് ഈക്വൽ ടു 3/2 എടുത്തു അപ്പോൾ എക്സ് റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2. അപ്പോൾ എന്ത് ചെയ്യാം? ദിസ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 3 എക്സ് ക്യൂബ്ഡ്. ഈ 2 നമ്മളെടുത്തു ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്ഡ്. ഇത് എക്സ് ക്യൂബ്ഡ് ബൈ 2 എക്സ് ക്യൂബ്ഡ് ബൈ 2 ബൈ എക്സ് ക്യൂബ്ഡ് ബൈ. അപ്പോൾ എക്സ് ക്യൂബ്ഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല 2/3 ഓഫ് റൂട്ട് എക്സ് ക്യൂബ്ഡ്. എക്സ് ക്യൂബ്ഡ് എന്ന് പറഞ്ഞാൽ 1/3 ആണ്. 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഓഫ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്ഡ് പ്ലസ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ സി. ഇതാണ് നെക്സ്റ്റ് എക്സാമ്പിൾ. We can see ഇതിൽ ചിലവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇൻ്റഗ്രൽ 8dx. ഇതിൽ ഏതിനെ ഡിഫറൻഷിയേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇത് കോൺസ്റ്റന്റ് അല്ലേ? ദ ഇൻ്റഗ്രൽ ഓഫ് ദ കോൺസ്റ്റന്റ് k ഈസ് kx പ്ലസ് c. ദ ഇൻ്റഗ്രൽ ഓഫ് കോൺസ്റ്റന്റ് k ഈസ് k plus c. kx plus c dx. kx plus c. മറ്റൊന്ന് പറയാം, അത് പറയാൻ വിട്ടുപോയതാണ്. ഇൻ്റഗ്രൽ ഓഫ് dx. ഇൻ്റഗ്രൽ ഓഫ് dx ഒന്ന് ആലോചിച്ച് നോക്കി. ഇൻ്റഗ്രൽ ഓഫ് dx എന്ന് പറഞ്ഞാൽ x ആണ്. അതുപോലെ integral of k dx is equal to 8x plus the constant of integration x. Integral of dx എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ integral of kx എന്ന് പറയുന്നത് k. ഇവിടെ k എത്രയാ? 8 ആണ്. 8x plus c. That is the first rule, first result. The integral constant k ഒരു ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണെങ്കിൽ എക്സ്, ഡി വൈ ആണെങ്കിൽ വൈ, ഡി സെഡ് ആണെങ്കിൽ സെഡ്. അപ്പോൾ ഇവിടെ കെ ഡി എക്സ് ആയതുകൊണ്ട് കെ എക്സ് വരും പ്ലസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത്. ഇത് വരാനുള്ള കാരണം. നെക്സ്റ്റ്, വെൻ ദ സം ഓഫ് ദ സെവറൽ ഇൻ്റഗ്രൽസ്, ഒരുപാട് ടേംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ നമ്മൾ സെപ്പറേറ്റ് ടേംസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കുന്നു അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഇൻ്റഗ്രൽ 3x പ്ലസ് 2x സ്ക്വയർ dx. അപ്പോൾ രണ്ട് ടേമിലും എക്സ് ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ആക്കിയിട്ട് -5 എന്നുകൂടി ഇടാം, നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. ഇൻ്റഗ്രൽ 3x പ്ലസ് 2x സ്ക്വയർ മൈനസ് 5 dx. ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം എക്സ് റേസ് ടു n+1 ഡിവൈഡ് ബൈ n+1. 2x എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 2+1 ഡിവൈഡ് ബൈ, ഇതിനകത്തൊന്നും ചെയ്യാനില്ല, അത് 0 ആയിട്ട് വരും. അപ്പോൾ അത് 0 ആയിട്ട് വരും. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഈക്വൽ ടു 3x റേസ് ടു n+1. അപ്പോൾ n എന്ന് പറയുന്നത് 1+1.
ഡിവൈഡ് ബൈ 1 പ്ലസ് 1. എനിക്ക് തെറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പ്ലസ് 2 എക്സ് റേസ് ടു എൻ പ്ലസ് 1. എൻ എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. എൻ പ്ലസ് 1 എന്ന് പറയുന്നത് 2 ആണ്. എൻ എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് 0. എന്ന് പറയാൻ പറ്റുമോ? 5 ഡി എക്സ് അല്ലേ? അപ്പോൾ ഇത് 5x വരും. ഇത് നോക്കാം. 3x സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് 2 ക്യൂബ്ഡ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് 5x ദ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ c. അപ്പോൾ എനിക്ക് തെറ്റുന്നുണ്ടോ നോക്കണം. നിങ്ങൾക്ക് തെറ്റിയാലും എനിക്ക് തെറ്റാൻ പാടില്ല. 3x സ്ക്വയർ ഡിവൈഡ് ബൈ 2, 2 above 3x സ്ക്വയർ, 3 above 2x cubed. Here it is minus, so it is minus. Of course it is minus. 5x plus the constant of integration c. ഇതാണ് ഒരു തേർഡ് റൂൾ എന്ന് പറയുന്നൊരു ഇത്. Then what is integral? എന്താണ് integration? നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ബേസിക് ഇൻറ്റഗ്രേഷൻ. ദ ഫണ്ടമെൻ്റൽ ഓഫ് ദ യൂസ് ഓഫ് ദ ഇൻറ്റഗ്രേഷൻ ഈസ് എ കണ്ടിന്യൂസ് വേരിയേഷൻ ഓഫ് സമ്മിങ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വേരി ചെയ്യുന്ന വേർഷനിലുള്ള ഒരു സമ്മിങ് ആണ്. ബട്ട് the integral computed by viewing integration, essentially the inverse equation of a differentiation. അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇൻവേഴ്സ് ഡിഫറൻസിയേഷൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകൂടി കീ പോയിന്റിലേക്ക് വരികയാണ്. ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് dx. അപ്പോൾ ഈ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷൻ ആയാലും ആ ഫംഗ്ഷൻ്റെ വേരിയബിൾ ആണെങ്കിൽ എക്സിനെയാണ് വിത്ത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 എന്ന് പറയുന്ന ഈ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ എല്ലാത്തിനും. അപ്പോൾ ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് ദറ്റ് ഈസ് എക്സ് റേസ് ടു 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 ബിക്കോസ് ഇവിടെ ഒന്നുണ്ട്, ഓൾറെഡി ഒന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എക്സ് സ്ക്വയർ ബൈ 2 ആണ്, അല്ലെങ്കിൽ ഹാഫ് എക്സ് സ്ക്വയർ ആണ്. ഇതാണ് ഇൻറ്റഗ്രേഷൻ്റെ ഒരു. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിഫറൻസിയേഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കതിലേക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം.